ഗസയുടെ ഏതാണ്ട് 75% ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇനി ആ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ടാങ്കറുകൾ ഉൾപ്പെടെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ യമനിലെ ഹൂത്തികൾ ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൂത്തികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തി. 3 ഡ്രോണുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തടുത്തിട്ടു. അതായത് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനമെല്ലാം വെച്ച് ഈ ഡ്രോണുകളെ തകർത്തു. പക്ഷേ മറ്റൊരു ഡ്രോൺ ഇസ്രയേലിലെ ഒരു വിമാനത്താവളത്തിന് സമീപത്തേക്ക് വന്നു വീണു. അതായത് ഇത്തരത്തിലേക്ക് ഡ്രോണുകൾ വരുമ്പോൾ സാധാരണഗതിയിൽ സൈറൺ മുഴങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള സൈറൺ മുഴങ്ങിയിട്ടില്ല എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. അതുകൊണ്ട് ആ ഡ്രോണിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല. ചെങ്കടൽ നഗരമായ എയ്ലാറ്റിന് സമീപത്ത് റാമോൺ എയർപോർട്ടിലേക്കാണ് ഈ ഡ്രോൺ വന്നിറങ്ങി പൊട്ടിത്തെറിച്ചത്. അതോടുകൂടി അതുവഴിയുള്ള വ്യോമ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായിട്ടും സ്തംഭിച്ചു. എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു. ആളുകൾ വന്ന് കയറുന്ന ആ വാതിൽ ഉൾപ്പെടുന്ന മേഖലയ്ക്ക് സമീപമാണ് ഈ സ്ഫോടനമുണ്ടായത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനപ്പുറത്തേക്ക് അപകടമുണ്ടായില്ല എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുമ്പോഴും ഹൂത്തികൾ തങ്ങളുടെ ആക്രമണം ശക്തമാക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് സന ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ഇസ്രായേൽ നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. അതിൽ പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അതിന് പ്രതികാരം എന്ന നിലയിലാണ് ഹൂത്തികൾ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഈ പറയുന്ന പലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ തീർക്കും, ഇസ്രായേലിനെ അപകടപ്പെടുത്തുമെന്ന് പറയുന്നു. ഇതിൽ തന്നെ ഹൂത്തിയിലെ സൈനിക വക്താവായ യാഹ്യ സാരി പറഞ്ഞ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്. അതായത് റാമോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഡ്രോൺ അയച്ചിരുന്നു. ഈ ഡ്രോൺ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിമാനത്താവളത്തിൽ തന്നെ വീണ് പൊട്ടി. അത് അവർക്ക് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമായി. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ തുടരും, ഇതാണ് പറയുന്നത്. അപ്പോൾ യമനിലെ ഹൂത്തികളുടെ ഈ ആക്രമണത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ലോകം കാണുന്നത്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ചെങ്കടലിലെ കേബിളുകളെല്ലാം തന്നെ തകരാറിലായി. അതായത് ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോകുന്ന കേബിളുകൾ കടലിനടിയിലൂടെയുള്ളതാണ്. ഈ കടലിനടിയിലുള്ള കേബിളുകൾ നേരത്തെയും ഹൂത്തികളുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. പക്ഷേ അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സമുദ്രാന്തര കേബിളുകൾ തകരാറിലാക്കിയതിൽ യമനിലെ ഹൂത്തികൾക്ക് നിർണായകമായ പങ്കുണ്ട്. അവരുടെ നിലപാടുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതോടുകൂടി ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, തെക്ക് കിഴക്കൻ ഏഷ്യ, പശ്ചിമേഷ്യ, പടിഞ്ഞാറൻ യൂറോപ്പ്, ഇന്ത്യ, പശ്ചിമേഷ്യ, പടിഞ്ഞാറൻ യൂറോപ്പ് എന്നീ മേഖലകളിലെ എല്ലാം തന്നെ ഇൻ്റർനെറ്റ് സംവിധാനം ഏതാണ്ട് തകരാറിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഇൻ്റർനെറ്റിന് തകരാറുണ്ടായോ എന്നതിനെക്കുറിച്ച് യമനിലെ ഹൂത്തികളുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ അന്വേഷണം നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പം സൗദി അറേബ്യയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൂത്തികളെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നുണ്ട്. ചെങ്കടലിലൂടെ പോകുന്ന 100ലേറെ കപ്പലുകൾക്ക് നേരെ 2023 നവംബർ മുതൽ 2024 ഡിസംബർ വരെ കനത്ത ആക്രമണം ഹൂത്തികൾ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രയേലും അമേരിക്കയും ഒക്കെ ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഈ ആക്രമണത്തിൽ നിന്ന് ഹൂത്തികളൊന്ന് പിന്നോക്കം പോയി. പക്ഷേ വെടിനിർത്തൽ കരാർ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഹൂത്തികൾ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. തുടർന്നാണ് ഏതാണ്ട് 1800 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഹൂത്തികളെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതായത് സനായിലെ പ്രസിഡന്റിൻ്റെ വീടിനടുത്ത് വരെ ആക്രമണം ചെന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹമാസിനെയും ഹിസ്ബുള്ളയും തീർത്തതുപോലെ തന്നെ ഈ ഹൂത്തികളെയും പൂർണ്ണമായിട്ടും തീർത്ത് കളയും, അല്ലാതെ ഞങ്ങൾ ഇനി ഇതിൽ നിന്ന് പിന്മാറില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ഗസ മേഖലയിലേക്ക് ചെന്ന് അവിടുത്തെ ഈ ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നു. ഇതിനായിട്ടാണ് ഇസ്രയേൽ നീക്കം നടത്തുന്നത്. അതിനായിട്ട് വൻ സൈനിക വിന്യാസം ഇവിടെ നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത മേഖലയായ റഫയിലേക്ക് സൈന്യം നീങ്ങുകയാണ്. ഇത് ഈജിപ്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഈജിപ്തിൻ്റെ അതിർത്തിയോട് ചേർന്നാണ്. അപ്പം ഇവിടെ ആക്രമണം നടത്തുമ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ റഫയിലേക്ക് ഓടി ഒളിക്കുന്നു, അവിടുത്തെ സുരക്ഷിത താവളങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ റഫ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനായിട്ട് പോകുന്നത്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതായ ഒരു പ്രസ്താവന വന്നു. ഇസ്രയേൽ വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഈ ഗസ സിറ്റിയൊക്കെ പിടിച്ചെടുത്തേക്കാം, പക്ഷേ ലോകം ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്നില്ല.
അപ്പോൾ വളരെ പെട്ടെന്ന് ട്രംപ് വീണ്ടും നിലപാട് മാറ്റുന്നു. ഈ ട്രംപ് ഇലക്ഷൻ്റെ പ്രചരണ സമയത്ത് ഇതിന് സമാനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ ലോകത്തിൻ്റെ പിന്തുണ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ട്രംപ് ജനുവരിയിൽ അധികാരത്തിൽ വരുന്നു. ഇതിനുശേഷം പൂർണ്ണമായിട്ടും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെയൊക്കെ മുന്നിൽ അപഹാസ്യനായ ട്രംപ് വീണ്ടും പുതിയൊരു കാർഡ് കളത്തിലേക്ക് ഇറക്കുകയാണ്. അതായത് ഇങ്ങനെ പൂർണ്ണമായിട്ടും ആക്രമിച്ചാൽ അത് ഇസ്രായേലിന് അത്ര ഗുണകരമായിരിക്കില്ല, ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിലെ മാധ്യമങ്ങളിൽ പോലും ഇപ്പോൾ ഈ പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ വാർത്തയായിട്ട് വരുന്നു. നേരത്തെ ഇസ്രായേലിന് അനുകൂലമായ വാർത്തകൾ മാത്രമേ വരുള്ളൂ. അവിടുത്തെ ഹമാസ് തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ദുഷ്പ്രവൃത്തി, ഇതൊക്കെയാണ് വാർത്തയായി വന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ പലസ്തീൻകാരായ ആളുകൾക്ക് ഭക്ഷണവും മരുന്നും ഒന്നുമില്ലാതെ പട്ടിണി കോലങ്ങളായിട്ട് മാറുന്നു. അവർക്ക് ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാൽ ഡെത്ത് നിരക്ക്, അതായത് മരണനിരക്ക് കൂടിക്കൂടി വരുന്നു. ഇതിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഗസയിലേക്ക് ഈ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള പലസ്തീനെ അനുകൂലിച്ച ഒരു വാർത്ത പോലും ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗസയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം എന്ന നിലയിലാണ് വാർത്തകൾ വരുന്നതെന്നാണ് പറയുന്നത്. ഈ അവിടുത്തെ ചാനൽ 13 തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും നരകയാതനകൾ പേറുന്ന പലസ്തീൻകാരുടെയൊക്കെ വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് ട്രംപും ചില സൂചനകൾ നൽകുന്നു. ഒപ്പം ട്രംപ് തന്നെ പറയുകയാണ് ഇസ്രായേലിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഹൂത്തികൾ വീണ്ടും ഒരു ആക്രമണത്തിന് സജ്ജമായി വരുന്നത്. നമുക്കറിയാം അമേരിക്കൻ കപ്പലുകളെ ചെങ്കടലിൽ വെച്ച് ആക്രമിച്ചപ്പോൾ ട്രംപ് ഈ ഹൂത്തികളുമായിട്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്തി. എന്നിട്ട് പറഞ്ഞു അമേരിക്കൻ കപ്പലുകളെ ഇനി ആക്രമിക്കരുത്. അങ്ങനെ ഒത്തുതീർപ്പൊക്കെ വന്നതാണ്. പക്ഷേ പിന്നീട് ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയതോടുകൂടി ആ കരാറും ലംഘിക്കപ്പെട്ടു. ഇവിടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഗസ നിവാസികൾക്ക് അനുകൂലമായ ചില നിലപാട് സ്വീകരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന അമേരിക്കയുടെ ചില എയർബേസുകളുണ്ട്, അവർക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തും. അപ്പം നേരിട്ട് ഹൂത്തികൾ അമേരിക്കയെ ആക്രമിക്കുന്നതിന് പകരം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും എന്നതിൻ്റെ കൃത്യമായ വിവരം അമേരിക്കയ്ക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ കൃത്യമായി ആക്രമണം നടത്തിയപ്പോൾ ട്രംപ് നിലപാട് മാറ്റി വരുന്നത്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നേരെ വന്ന ആ ഹൂത്തികളുടെ 4 ഡ്രോണുകൾ 3 ഞങ്ങൾ പ്രതിരോധിച്ചിരുന്നു, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് അത് സാധിച്ചു. 4ാമത്തത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങളുടെ സൈറൺ സംവിധാനം, അതായത് മുന്നറിയിപ്പ് സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇത് പല തവണയായിട്ട് സംഭവിക്കുന്നുണ്ട്. കാരണം 100ഓളം ഡ്രോണുകളെ ഒന്നിച്ച് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് അയക്കുമ്പോൾ പലപ്പോഴും ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് ഡ്രോണുകളെ തകർക്കാൻ സാധിക്കില്ല. ഈ തന്ത്രമായിരിക്കാം ഒരുപക്ഷെ ഹൂത്തികൾ ഇവിടെയും പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് സ്ഫോടക വസ്തു നിറച്ച ഒരു ഡ്രോൺ ഈ പറയുന്ന റാമോൺ എയർപോർട്ട്, അത് ആഭ്യന്തര വിമാനങ്ങൾ സർവീസ് നടത്തുന്ന എയർപോർട്ടാണ്, അവിടേക്ക് വന്നത് പൊട്ടിത്തെറിച്ചത്. ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ രണ്ടും കൽപ്പിച്ച് ഹൂത്തികൾ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഇസ്രായേൽ ഒരേ സമയം ഗസയിലും അതുപോലെ തന്നെ യമനിലും യുദ്ധമുഖം തുറക്കുമെന്നുള്ള സൂചന വ്യക്തമാണ്. കാരണം 2026 ആകുമ്പോഴേക്കും ഗസ സിറ്റിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കയ്യിൽ വരണം. 50ഓളം ബന്ദികളുടെ കാര്യത്തിൽ ഇനി വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ നീക്കം നടത്തുന്നത്. അവരുടെ ബന്ധുക്കളെയും കാര്യങ്ങൾ അറിയിച്ചു. കാരണം ബന്ദികളെ വിട്ടുതരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ ഗാസ സിറ്റി നമ്മൾ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ പോകുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഹമാസ് ഭീകരരെ മാത്രമല്ല ഹൂത്തി ഭീകരരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വശത്ത് നിന്ന് ഈ ഹമാസിലെ ഭീകരവാദികളെല്ലാം തന്നെ റഫയെ കേന്ദ്രീകരിച്ച് മാറി ഒളിവിൽ പാർക്കാനായിട്ട് ശ്രമിക്കുന്നു. മറുഭാഗത്ത് യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഇത്തരം ആക്രമണത്തിൽ സൈറൺ പ്രവർത്തിക്കാതായത് എന്തെങ്കിലും സാങ്കേതിക പിഴവാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഹൂത്തികൾ ഉണ്ടാക്കിയതാണോ എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേലിന് നേർക്കും അതുപോലെ തന്നെ ഇസ്രായേൽ സേനയുടെ നീക്കം ഗസയ്ക്ക് നേരെയും ഒരുപോലെ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഒപ്പം അമേരിക്കയുടെ നിലപാട് മാറ്റവും ലോകം വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.